ഒരു കൈത്തോടിൻ്റെ പരിമിതികൾ, പരാധീനതകൾ, പരിവേദനങ്ങൾ കേൾക്കണമേ. ഞാൻ കൊല്ലന്തോടെന്നൊരു ചെറിയ കൈത്തോടാണ്. എന്നിൽ ചെറുജീവികൾ, വലിയ നിമിംഗലം പോലുള്ള വലിയ മീനുകളോ ഒന്നുമില്ല. ചെറിയ നത്തോലിയോ വാഴക്കാവട്ടനോ ചെറു മീനുകളോ മാത്രമേ എന്നിലുള്ളൂ. പിന്നെ എനിക്ക് കൂടുതൽ മേന്മകളൊന്നും അവകാശപ്പെടാനില്ല. നിങ്ങൾ പുണ്യനദികളായിട്ട് ഗംഗ, യമുന, ബ്രഹ്മപുത്ര എന്നിവയൊക്കെ സംരക്ഷിക്കാൻ പരക്കം പായും. അപ്പോൾ നിങ്ങൾ എൻ്റെ സംഗീതം കേൾക്കാതെ പോകരുത്. എൻ്റെ പരാധീനതകൾ, പരിമിതികൾ, പരാതികൾ ഇവയൊന്നും പരിഗണിക്കാതെ പോകരുത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരു തുള്ളി പെരുവെള്ളം എന്നാണ് പറയുന്നത്. എന്നെ ആരും സംരക്ഷിക്കുന്നില്ല. ഇപ്പം ചെറുതോടുകൾ, എന്നെ മാത്രമല്ല, ഈ രാജ്യത്തുള്ള ചെറുതോടുകളും കൈത്തോടുകളും ചെറിയ നീരുറവകളും എല്ലാം അവഗണിക്കപ്പെടുകയാണ്. ആൾക്കാരെല്ലാം മാലിന്യമെല്ലാം എന്നിലേക്ക് വലിച്ച് എറിയും. ഞാൻ അവയെല്ലാം പേറിക്കൊണ്ടൊഴുകും. എന്നിട്ട് ആൾക്കാർ എന്നെ കുറ്റം പറയും. അഴുക്ക് തോട്, വൃത്തിഹീനമായ തോട്, മലിനമായ തോട് എന്നെല്ലാം. എങ്ങനെയാണ് തോട് ഇത്ര മലിനമായത്? അത് നിങ്ങൾ തന്നെയല്ലേ, അല്ലാണ്ട് ഞാനല്ലല്ലോ അതിന് കാരണക്കാരൻ. എൻ്റെ എന്നെ കെട്ടിയടയ്ക്കും, ഒഴുക്ക് തടയും, എന്നിലേക്കുള്ള മാലിന്യമെല്ലാം വലിച്ചെറിയും. ഇപ്പോൾ ഈ പെരുമഴ പെയ്തത് കൊണ്ട് മാത്രം ഇത്രയും മാലിന്യങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലും പപ്പും തൂവലും ജടങ്ങളും ചട്ടിയൊക്കെ ചത്തു കഴിഞ്ഞാൽ, പൂച്ചയും പട്ടി എലിയൊക്കെ ചത്തു കഴിഞ്ഞാൽ തോട്ടിലോട്ട് തന്നെ വലിച്ചെറിയും. അങ്ങനെ ഈ പാവം കൈത്തോടിന് മലിനജലം മാത്രം പേറാനായിരിക്കും വിധി. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ പരാതി മുഴുവൻ ഞാൻ കേൾക്കണം. നിങ്ങൾ ഗംഗയും യമുനയും സംരക്ഷിക്കണമെന്ന് പറയും. ഞങ്ങളൊക്കെ ചെന്ന് ചേർന്നാണ് ഈ നദികളൊക്കെ ഉണ്ടാകുന്നത്. എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഇവിടുന്ന് ഒഴുകി 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 ചെന്ന് അവിടെ ചെറിയ അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആദ്യം പ്ലാങ്കുഴിയുണ്ട്, അരുവിക്കുഴിയുണ്ട്. അവിടെ ചെന്നിട്ട് അരുവിക്കുഴിയിൽ നിന്ന് ഞാൻ പിന്നെയും ഒഴുകി മക്കനാത്തോടെന്ന് പറഞ്ഞൊരു തോടുണ്ട്. അവിടെ കുറേ ഭാഗം ചെല്ലും. കുറേ മറ്റു തോടുകളിലേക്ക് അതിനിടയ്ക്ക് പകർന്നു പോകും. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ ഭാഗം ചെറു തോടുകളിലൂടെ ചെന്ന് മണിമലയാറ്റിൽ പതിക്കും. അത് നോക്ക്, പമ്പയിലോട്ടൊക്കെ പോകുന്ന മണിമലയാറേ, ആ മണിമലയാറ്റിൽ ചെന്ന് ചേരും. നിങ്ങളുടെ പമ്പ ഞങ്ങളുടെ പുണ്യനദി എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയല്ലേ, അവിടെയും ചെല്ലും. കുറേ ചെന്ന് ചേരും മണിമലയാറ്റിൽ. കുറേ പോയിട്ട് പിന്നെ ചെന്ന് ചേരുന്നത് മീനച്ചിലാറ്റിലാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒഴുകി 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 ചെന്ന് സമുദ്രത്തിലേക്ക് പതിക്കും. അതിനിടയ്ക്ക് കുടിവെള്ളം എന്ന് പറയുന്ന ഒരു തുള്ളി പെരുവെള്ളമായി ഒഴുകി എത്തി നിങ്ങൾക്കെല്ലാം ജലസംരക്ഷണമായിട്ട്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടങ്ങളിൽ വെള്ളം വേണം, നിങ്ങളുടെ കൃഷി നന്നാകാൻ വെള്ളം വേണം, നിങ്ങൾക്ക് കുളിക്കാനും നനയ്ക്കാനും രോഗാണുക്കളെയെല്ലാം കഴുകിക്കളയാനും എല്ലാം വെള്ളം വേണ്ടേ? ഞാൻ അങ്ങനെ ഒഴുകി, ഞങ്ങളെല്ലാം പലതുള്ളി പെരുവെള്ളമായിട്ട് ഒഴുകുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ മാലിന്യമെല്ലാം പേറിയിട്ട് മാലിന്യ ജലമായിട്ട് ഞങ്ങൾ ഒഴുകേണ്ടി വരുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നദികൾ അല്ലെങ്കിൽ തോടുകൾ, വെള്ളം ചെയ്യുന്ന ത്യാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? നിങ്ങളെല്ലാം കൈ കഴുകിയിട്ട് നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം കൈ കഴുകും. എന്നിട്ട് വെള്ളത്തിന് കുറ്റം. കുടിവെള്ളം ചീത്തയായി, മലിനമായി, അണുക്കളായി, അതുകൊണ്ട് രോഗം വന്നു. ചീത്ത കേൾക്കേണ്ടത് മുഴുവൻ ഞങ്ങൾ പാവം വെള്ളം. അത് ഞങ്ങളെ ചീത്തയാക്കുന്നവരോ നിങ്ങൾ. ഓർക്കുക, ഈ പഴി കേൾക്കാനും നിങ്ങളുടെ ശാപവാക്കുകൾ കേൾക്കാനും
മാത്രമാണോ ഞങ്ങളുടെ വിധി? നിങ്ങൾ പിന്നെ പണ്ട് പറഞ്ഞത് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നേ വരൂന്ന്. നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഞങ്ങളെ മലിനമാക്കിയാൽ അതിൽ നിന്നുള്ള ദോഷങ്ങളും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. എന്നാലിനിയും കൂടുതലൊന്നും ഉപദേശിക്കാൻ നിൽക്കുന്നില്ല. ഉപദേശമൊന്നും ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് അറിയാം. എന്നാലും പാവം തോട് എൻ്റെ അവസ്ഥയും പരാധീനതകളും നിങ്ങളോടല്ലാണ്ട് ആരോടാ പറയുക?